യോവാശ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ തന്നു എന്നാണ്. ജോവാഷ്. ബൈബിളിൽ ഏതാണ്ട് 8 പേർ ഈ നാമത്തിലുണ്ട്. ഓരോന്നായി നമുക്കൊന്ന് നോക്കാം. 1. യഹൂദയിലെ 8ാമത്തെ രാജാവ്, അഹസ്യ രാജാവിന് സിബിയായിൽ ജനിച്ച പുത്രൻ. 2 ദിനവൃത്താന്തം 24:1. ഭരണകാലം ഏതാണ്ട് 835 മുതൽ 796 BC വരെയാണ്. അഹസ്യാവ് ഇസ്രായേലിൽ വെച്ച് യേഹൂവിനാൽ വധിക്കപ്പെട്ടു. ഉടൻ അഥല്യ രാജ്ഞി രാജകുമാരന്മാരെ എല്ലാം വധിച്ച് ഭരണം ഏറ്റെടുത്തു. എന്നാൽ അഹസ്യാവിൻ്റെ സഹോദരിയായ യഹോശേബ അഹസ്യാവിൻ്റെ മകനായ യോവാശിനെ കൊണ്ടുപോയി ഒളിപ്പിച്ചു. അവന് 7 വയസ്സായപ്പോൾ യഹോയാദ പുരോഹിതൻ ആളുകളെ വിളിച്ചുകൂട്ടി അവനെ രാജാവാക്കുകയും അഥല്യയെ വധിക്കുകയും ചെയ്തു. 2 രാജാക്കന്മാർ 11-ാം അധ്യായം, 2 ദിനവൃത്താന്തം 22-ാം അധ്യായം 10 മുതൽ 12 വരെ, 23-ാം അധ്യായം. യഹോയാദ പുരോഹിതന്റെ കാലം മുഴുവൻ യോവാശ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. 2 ദിനവൃത്താന്തം 24:2. ദൈവാലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. യഹോയാദ പുരോഹിതന്റെ മരണശേഷം യോവാശ് പാപത്തിൽ വീണു. രാജ്യത്തിൽ വിഗ്രഹാരാധന വ്യാപകമായി. താക്കീത് നൽകിയ പ്രവാചകന്മാരെ ഉപദ്രവിച്ചു. യഹോയാദ പുരോഹിതന്റെ പുത്രനായ സെഖര്യാവിനെ മരണത്തിന് ഏൽപ്പിച്ചു. ഹസായേലിന്റെ കീഴിൽ അരാമ്യരുടെ ആക്രമണ ഭീഷണി ഉണ്ടായപ്പോൾ ദൈവാലയത്തിലെ പൊന്നെടുത്ത് അരാം രാജാവിന് സമ്മാനമായി നൽകി. അവന്റെ കൊട്ടാരത്തിലുള്ള 2 പേർ അവനെ വധിച്ചു. യോവാശ് 40 വർഷം രാജ്യം ഭരിച്ചു. യേശുവിൻ്റെ വംശാവലിയിൽ ഉപേക്ഷിക്കപ്പെട്ട 3 രാജാക്കന്മാരിൽ ഒരാളാണ് യോവാശ്. മത്തായി 1:8. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ബെന്യാമീന്യനായ ബേഖേരിൻ്റെ പുത്രൻ. 1 ദിനവൃത്താന്തം 7:8. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് യഹൂദയുടെ മകനായ ശേലയുടെ പുത്രൻ. 1 ദിനവൃത്താന്തം 4:22. 4. ഗിദയോന്റെ പിതാവ്. ന്യായാധിപന്മാർ 6:11. യോവാശ് നിർമ്മിച്ചിരുന്ന ബാലിൻ്റെ ബലിപീഠം ഗിദയോൻ നശിപ്പിച്ചു കളഞ്ഞു. മനശ്ശെയിൽ അബിയേസ്രിയ കുലത്തിൽപ്പെട്ടവനായിരുന്നു യോവാശ്. 5. സിക്ലാഗിൽ വെച്ച് ശൗലിനെ വിട്ട് ദാവീദിന്റെ പക്ഷം ചേർന്ന ബെന്യാമീന്യനായ ഒരാൾ. 1 ദിനവൃത്താന്തം 12:3. 6. ദാവീദിന്റെ ഭരണകാലത്ത് എണ്ണ സൂക്ഷിക്കുന്ന നിലവറകൾക്ക് മേൽവിചാരകനായിരുന്നവൻ. 1 ദിനവൃത്താന്തം 27:28. 7. ആഹാബ് രാജാവിൻ്റെ പുത്രൻ. മീഖായാവ് എന്ന പ്രവാചകനെ പിടിച്ച് യോവാശിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് കാരാഗൃഹത്തിലാക്കുവാൻ ആഹാബ് കൽപ്പിച്ചു. 1 രാജാക്കന്മാർ 22:26. 2 ദിനവൃത്താന്തം 18:25. 8. ഇസ്രായേലിലെ 13ാമത്തെ രാജാവ്, യഹോവാഹാസിന്റെ മകൻ. 2 രാജാക്കന്മാർ 13-ാം അധ്യായം 10 മുതൽ 25 വരെ, 14-ാം അധ്യായം 8 മുതൽ 16 വരെ, 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 17 മുതൽ 24 വരെ. യേഹൂവിൻ്റെ പൗത്രനായ ഇയാൾ 16 വർഷം രാജ്യഭാരം ചെയ്തു. ഏതാണ്ട് 798 മുതൽ 782 BC വരെ. എലീശ പ്രവാചകനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. രോഗിയായി കിടന്ന പ്രവാചകന്റെ അടുക്കൽ ചെന്നിരുന്ന് കരഞ്ഞ് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളുമായുള്ളോവേ. 2 രാജാക്കന്മാർ 13:14. അരാമ്യരെ 3 പ്രാവശ്യം മാത്രം യോവാശ് ജയിക്കുമെന്ന് അടയാള സഹിതം പ്രവാചകൻ പറഞ്ഞു. തൻ്റെ പിതാവായ യഹോവാഹാസിൽ നിന്ന് ഹസായേൽ പിടിച്ചെടുത്തിരുന്ന പട്ടണങ്ങളെ ഹസായേലിൻ്റെ പുത്രനായ ബെൻഹദദിൽ നിന്ന് യോവാശ് തിരികെ പിടിച്ചു. അവനെ 3 പ്രാവശ്യം തോൽപ്പിച്ചു. യഹൂദ രാജാവായ അമസ്യാവിൻ്റെ വെല്ലുവിളി മനസ്സില്ലാ മനസ്സോടെ സ്വീകരിക്കുകയും അമസ്യാവിനെ തോൽപ്പിച്ച് യെരുശലേമിനെ കൊള്ളയടിച്ച് ജാമ്യക്കാരെയും പിടിച്ചുകൊണ്ട് ശമര്യയിലേക്ക് മടങ്ങുകയും ചെയ്തു. യോവാശ് മരിച്ചപ്പോൾ അവനെ ശമര്യയിൽ അടക്കി. 2 രാജാക്കന്മാർ 14-ാം അധ്യായം 8 മുതൽ 16 വരെ. യോവാശ് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബിയാമിൻ്റെ സകല പാപങ്ങളെയും അവൻ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. 2 രാജാക്കന്മാർ 13-ാം അധ്യായം 11-ാം വാക്യം.